നമ്മുടെ വടക്കൻ ജില്ലകളിലെ ഇലക്ഷൻ ഓൺ വീൽസിന്റെ പര്യടനം അങ്ങനെ മലപ്പുറത്ത് എത്തി നിൽക്കുകയാണ്. നമ്മുടെ ചൈതന്യ കൊച്ചിക്കാരിയാണ്. ചൈതന്യ, എങ്ങനെയുണ്ട് മലപ്പുറത്തെ ട്രെൻഡ് നമുക്ക് മനസ്സിലായി തുടങ്ങിയോ? ഇവിടെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ചൂടൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന്റെ ചൂട് എന്താണെന്നുള്ളതിൽ അറിയാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ പകൽ ചൂടിൽ ഇങ്ങനെ കൂടി വരുമ്പോൾ അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് കളത്തിലെ ചൂട് എന്തായി എന്നറിയാൻ നമുക്കൊപ്പം ഇതേ സ്ഥാനാർത്ഥികളുണ്ട്, ഈ പ്രദേശവാസികളുണ്ട്, ഒപ്പം ചില പാട്ടുകാരുണ്ട്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി മറ്റു പലരും ചേരുന്നുണ്ട്. നമുക്ക് സ്ഥാനാർത്ഥികളിലേക്ക് ആദ്യം ഒന്ന് പോകാൻ തോന്നുന്നു. എവിടെ സ്ഥാനാർത്ഥികൾ? എന്തായി മലപ്പുറത്തെ ട്രെൻഡ്? ഉഷാറാണോ? ഇവിടെ കളം പിടിച്ചോ? ട്രെൻഡ് വളരെ ഉഷാറാണ്. നല്ല ട്രെൻഡാണ് ഉള്ളത്. ഇവിടെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഈ ആൾക്ക് പ്രത്യേകതയുണ്ട്. നമ്മുടെ കുഞ്ഞാപ്പാന്റെ സഹോദരന്റെ മകനാണ് അല്ലേ? അതെ, സാഹിബിന്റെ സഹോദരന്റെ മകനാണ്. ഞാൻ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഇവിടെ ജില്ലാ UDFന്റെ സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പൊ പിടിച്ചെടുക്കും. ഏതായാലും നിർബന്ധമായിട്ടും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. പിടിച്ചെടുക്കാൻ നിലനിർത്തും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. അപ്പൊ നമുക്കൊരു LDF കൂടി ചോദിക്കാം. LDF സാഗർ ഇവിടെ നിൽക്കുന്നുണ്ട്, യുവാവാണ്. പറയൂ, എന്താ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? തെരഞ്ഞെടുപ്പ് വളരെ ചൂടിൽ പൊക്കോണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ പല രീതിയിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കടുത്ത മുന്നേറ്റം ഞങ്ങൾ ഇത്തവണ ഇവിടെ കാഴ്ചവെക്കുക തന്നെ ചെയ്യും. അത് എല്ലാ നിലയിലും തന്നെ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങൾ UDFന്റെ കയ്യിലാണല്ലോ. അതെ. അപ്പൊ നിങ്ങൾ LDF ഇത്തവണ അതെങ്ങനെയാണ്? അത്ര ഒരു ആത്മവിശ്വാസത്തിൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു പ്രചരണ ആയുധമാക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ പല ഭാഗങ്ങളിലും എത്തുന്നുണ്ട്. അത് ഈ മലപ്പുറത്തും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും അത് അതേ രീതിയിൽ ഇവിടെ തന്നെ എത്തണം എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം കൂടി കൂടിയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോ യുവാക്കൾ ആ ഒരു ഇതെന്താ പറയാ, ഒരു ഇലക്ഷൻ പിടിച്ചെടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? യുവജന സ്ഥാനാർത്ഥികളിൽ പാർട്ടികളെ നിർത്തുമ്പോൾ അത് വരും തലമുറയ്ക്ക് ഒരു രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യം കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴുണ്ട്. അപ്പോൾ ഇനിയും പുതിയ തലമുറ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരട്ടെ, ചിന്താശേഷിയുള്ള യുവജനം ഇനിയും മുന്നോട്ട് വരട്ടെ എന്നാണ് ഇതിനെപ്പറ്റി പറയാൻ. ഈ ചൂടിനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് തണുപ്പിക്കാൻ നമുക്ക് ഒരു വിശേഷങ്ങൾ, ഒരു സ്ഥാനാർത്ഥി ചോദിക്കാം അല്ലെ? ഇപ്പൊ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത്. വടക്കോട്ടും തെക്കോട്ടും മുന്നോട്ട് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ഒക്കെ നോക്കിയ സ്ഥാനാർത്ഥികളാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. എങ്ങനെയുണ്ട്? അപ്പൊ ഓടിയെത്തിയോ? എത്ര വീടുകൾ കയറി? എത്ര പേരോട് സംസാരിച്ചു? നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് രണ്ട് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും പിന്നെ അംഗീകരിക്കാത്ത നല്ലൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ വോട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെ വാർഡിൽ മത്സരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. വാർഡ് തലത്തിൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സ്വീകരിക്കുന്ന വ്യക്തികളെയാണ്. അതിന് രാഷ്ട്രീയ കക്ഷികൾക്ക് അമിതമായ പ്രാധാന്യം നൽകാത്ത ഒരു ഇലക്ഷനാണ് അല്ലോ പിന്നെ ഈ വാർഡ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ സേവിക്കാൻ ഉള്ള ആളുകളെ തെരഞ്ഞെടുക്കും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പൊ 3 പേർക്കും പ്രതീക്ഷകളുണ്ട്. പ്രതീക്ഷകളുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ. ഇതിനിടയിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥാനാർത്ഥി കൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ് അല്ലേ? കുറെ സ്ഥാനാർത്ഥികൾ അപ്പൊ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പറയൂ, പേര് പറയൂ. സുബൈർ മാഷ് വേങ്ങര ബ്ലോക്കിലേക്ക് എടയാട്ടുപറമ്പ് ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. ആദ്യത്തെ അനുഭവമാണ്. പക്ഷെ 35 കൊല്ലമായിട്ട് ജനകീയാസൂത്രണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഉള്ള ഒരാളാണ്. തികഞ്ഞ പ്രതീക്ഷയിലാണ്. നല്ല പ്രതീക്ഷയുണ്ട്. അപ്പൊ അതാണ് പ്രതീക്ഷ.